എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കാരണം ഇതും കൂടെ കൊണ്ടാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഒരു സെൻസസ് ഡ്യൂട്ടിക്ക് അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരല്ല കേട്ടോ, ചേച്ചിക്ക് കിട്ടിയൊരു ഡ്യൂട്ടിയാണ് കേട്ടോ. ചേച്ചി ടീച്ചറാണ്, അപ്പോൾ ടീച്ചർക്ക് കിട്ടിയൊരു ഡ്യൂട്ടിയാണിത്. ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥലങ്ങളും അതേമാതിരി തന്നെ ചേട്ടന് ലീവില്ലാത്തത് കൊണ്ടും എന്നെ ഒന്ന് അസിസ്റ്റൻ്റാക്കി പോയതാണ് കേട്ടോ. ധൈര്യശാലിയായ ഞാനുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇതിൽ കൂടെയൊക്കെ ഒന്ന് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ദിവസം ഭയങ്കര മഴയുമായിരുന്നു. അതേമാതിരി തന്നെ ഫസ്റ്റത്തെ ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് ചെയ്യും, എങ്ങനെയാണ് എന്നൊക്കെ ഒരു ഐഡിയ ഒന്നും ഇല്ലാതിരുന്ന ഒരു ദിവസമായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ മുതലാണ് കേട്ടോ കുറച്ചൊക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആളുകളുടെ പ്രൈവസി നമ്മൾ നോക്കണമല്ലോ, നമ്മളങ്ങനെ എല്ലാം കൂടെ കയറിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പോയ ആ ഒരു വഴികളും കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ കാട്ടുവഴി കൂടെ ഒക്കെ ഞങ്ങൾ 2 തവണ പോവേണ്ടി വന്നു. ഒന്ന് നമ്മൾ മാപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടും അതല്ലാതെ പിന്നെ നമ്മൾ സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എടുത്ത ഈ ഒരു ചെറിയൊരു വീഡിയോസാണ് കേട്ടോ ഇത്. നമ്മൾ ഡോറേൻ്റെ മാപ്പ് എവിടെ, വഴി എവിടെയെന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഒരു അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ ഇത്. ഞങ്ങൾക്ക് തന്ന ആ ഒരു നമ്മൾക്കൊരു പിക്ചറുണ്ട്, അത് വെച്ചിട്ടാണ് കേട്ടോ പോവേണ്ടത്. അപ്പോൾ കാണുന്ന ഊടുവഴി കൂടെയും അതേപോലെ കാണുന്ന ഇടവഴി കൂടെ ഒക്കെ നമ്മൾ കയറി പോകണം. എന്നിട്ട് നമ്മൾ അവിടെ വീടുകളുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുകയും വേണം കേട്ടോ. അങ്ങനെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കേട്ടോ ഈ ഒരു പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ ആയിരുന്നു. ഇവിടെയൊക്കെ വീടുകളുണ്ടോ എന്ന് ചോദിച്ചാൽ വീടുകളുണ്ട്, പക്ഷേ ആൾക്കാരൊന്നും പകലൊന്നും ഉണ്ടാവത്തുമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ ഫോണും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്ത് ഞങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ റോഡിലേക്ക് ഒരു ഇടവഴി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇടവഴിയൊന്നും ഞങ്ങൾ കാണുന്നേ ഉണ്ടായിരുന്നില്ല. അതിലേക്കൂടെ ഒന്നും ഇപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ വിറകൊക്കെ പെറുക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിലേക്കൂടെ പണ്ടൊരു വഴി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കണം നമ്മുടെ ലൊക്കേഷൻ മാപ്പിൽ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇതുപോലെ ചെന്നിട്ട് ഇതുപോലൊരു വിജനമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏതായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നുള്ള ആ ഒരു വീടുകളിലേക്കാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴ്വാരത്തേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ വലിയൊരു ഗ്രൗണ്ട് പോലെ കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കുഴിയാണ്. കുഴി എന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ എടുത്തിട്ടുള്ളൊരു കുഴി തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാബ് ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഉള്ള ഒരു വീടല്ല, ഞങ്ങൾക്കുള്ളൊരു കെട്ടിടമല്ല ഈ ഒരു നൂറ. പക്ഷേ ഇത് മെയിൻ റോഡിൽ കൂടെ നമ്മൾ വരുന്നൊരു വഴിയാണ്. പക്ഷേ ഇതിലെ കൂടെ അല്ല അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുള്ളത് കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ബാക്കി മുതലങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്ന വഴി കണ്ടപ്പം, ഞങ്ങൾ നടക്കുന്നത് കണ്ടപ്പം അവിടെയുള്ള ചേച്ചിമാർ വിചാരിച്ചു ഞങ്ങളിപ്പോൾ പോയി ആ കുണ്ടിലോട്ട് വീഴുമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഞങ്ങൾ വീണിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഏതായാലും തിരിച്ച് ഇങ്ങോട്ട് പോന്നു. ഇവിടെ നിന്നൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ കാണാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ കയറുന്നിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും ഞാനും ചേച്ചിയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വഴി കൂടെയൊക്കെ പോയിട്ട് ഇവിടുന്ന് ആ വലതുവശത്തേക്ക് ഒരു വഴിയുണ്ട്. പക്ഷേ ഈ ഒരു റോഡിൻ്റെ മുകൾ വശത്തേക്ക് ഞങ്ങൾക്കല്ല, ഈ ഒരു റോഡിൻ്റെ താഴ്വശത്തേക്കാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു റോഡിൻ്റെ ഇതുപോലെയൊക്കെയുള്ള പൊട്ടിപ്പൊടിഞ്ഞ റോഡും അവിടുന്ന് ഒരു താഴേക്കൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിൽ കൂടെയാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ തുടക്കം. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെയുള്ള ആ ഒരു ചേട്ടൻ പറഞ്ഞത് ആ ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങിയിട്ട് താഴത്തെ മെയിൻ റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 91 സ്റ്റെപ്പ് എങ്ങാനും ഉണ്ടെന്ന്. അതായത് കുറച്ചേ ഇപ്പോൾ സ്റ്റെപ്പുള്ളൂ, ബാക്കിയൊക്കെ ഇപ്പം റോഡുകളായി. അത്രയും ഞങ്ങൾ കുത്തിപ്പിടിച്ച് താഴെ വരെ ഇറങ്ങി. എന്നിട്ട് അതേ ഇവിടെ തിരിച്ചിങ്ങോട്ട് കയറുകയും വേണം കേട്ടോ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ യാത്രകളുണ്ടായിരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം, ഈ ദിവസം നമ്മൾ നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ഓരോ വീടുകളിൽ കൂടെ പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പം അന്ന് ഈ ഒരു റൂട്ടുമേ കൂടെ പോയപ്പം നല്ല മഴയായിരുന്നു. നല്ല മഴയെന്ന് പറഞ്ഞാൽ ഇത് കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല വഴുക്കുമായിരുന്നു കേട്ടോ. ആ ഒരു 2-3 ദിവസമായിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ നല്ല വഴുക്കുമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പിറ്റേ ദിവസം സെൻസസ് എടുക്കാൻ പോയെന്ന്, പിറ്റേ ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സെൻസസ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഇതുപോലെ നല്ല ഉണങ്ങിയ റോഡായിരുന്നു. അതുകൊണ്ട് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നേരെയുള്ളൊരു റോഡായിട്ട് തന്നെ ഫീൽ ചെയ്യാം. പക്ഷേ ഇത് നല്ലൊരു ഒന്നാന്തരം കുത്തനെയുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ് ഇതിലെ കൂടെ. ഇത്രയും ഒരു കുത്തനെ കണ്ടപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം നമുക്ക് നടക്കാം. അവിടെ താഴെ ഞങ്ങൾ വണ്ടി വെച്ചിട്ട് ഇതിലെ കൂടെ നമ്മൾ നടക്കുകയാണ് ചെയ്തത്. വണ്ടിയൊന്നും പോകാൻ എനിക്ക് പറ്റില്ല കേട്ടോ.
അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വണ്ടി ബൈക്കുള്ളവരൊക്കെ ഉണ്ട്. എന്നാലും അവർക്കൊക്കെ കുറേ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്ക് എന്തായാലും ഇതിലെ കൂടെ വണ്ടി ഓടിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏതായാലും വണ്ടി താഴെ വെച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി താഴത്തെ മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇടവഴി കൂടി ഇങ്ങനെ പോയപ്പം നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു കുളത്തിലേക്കാണ് കേട്ടോ. സൈഡിൽ കൂടെ വഴിയുണ്ടൊരു വീട്ടിലേക്ക്. എന്നാലും നമ്മൾ ചെന്നത് ഇതുപോലെ വലിയൊരു കുളമാണ്. അതിനകത്ത് പാമ്പോ ആമയോ മീനോ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇടിയുന്നൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പോഴല്ല, ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന പോലെ ഉണ്ട് മണ്ണൊക്കെ. എന്നാലും ഇവിടെ നിന്നെങ്ങാനും ഒന്ന് കാല് തെറ്റി വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുളത്തിൽ കിടക്കും കേട്ടോ. ഏതായാലും അതിൻ്റെ സൈഡിൽ കൂടെ ഇതാ ചെറിയൊരു വഴിയുള്ളൂ. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞ് കളിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വെള്ളത്തിൽ നമ്മൾ വീണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ആ വീടും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് അവരുടെ പ്രൈവസി ആണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ മാനിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് വീടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഏതായാലും നല്ല അടിപൊളി ഒരു കുളമാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ കുളമാണ്. പക്ഷെ അതൊന്നും വൃത്തിയാക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അടിപൊളി കുളമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ് ഇതിൽ ഏറ്റവും ഞങ്ങളുടെ ആ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തുന്ന ഒരു റോഡിൻ്റെ ഒരു ഭാഗമാണിത്. ആ ഒരു ഇതിലേക്കൂടെ ഉള്ളൊരു റോഡാണ്. അപ്പോൾ ഇവിടെ ആകെ ഒരു 2 പൊട്ടിപ്പൊളിഞ്ഞ വീടുണ്ട്. അവിടെ പോവാതിരിക്കാനും വയ്യ. കാരണം വീടുകളിൽ നമ്പർ എഴുതണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവരുത്, ഒന്നെങ്കിൽ അവരാരെങ്കിലും കൂടെ ഉള്ളപ്പം പോവാമെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് തീർക്കേണ്ട ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോവാതെ നിൽക്കാൻ നിവർത്തിയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വീട്ടിലെ ഒരു കുട്ടിയാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ വീട് ഇപ്പോൾ താഴെ അവർ റെൻറ്റ് താമസിക്കുകയാണ്. അപ്പോൾ അത് ചേച്ചി പഠിപ്പിച്ചൊരു സ്റ്റുഡൻ്റാണ് കേട്ടോ. പക്ഷേ ചേച്ചിക്ക് അതൊന്നും ഓർമ്മയില്ല, എത്രയോ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുട്ടി ചേച്ചീനെ മനസ്സിലായി, ചേച്ചിക്ക് പക്ഷേ മനസ്സിലായില്ല. ഏതായാലും ആ കുട്ടി ഞങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതേപോലെ വഴിയൊക്കെ കാണിച്ചു തന്ന്, ആ കുട്ടിയുടെ വീടും ആ കുട്ടിയുടെ റിലേറ്റീവ്സിൻ്റെ വീടായിരിക്കണം. ഏതായാലും അങ്ങനെ 2 വീടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള കാടൊക്കെ ആയിരുന്നു കേട്ടോ. ഏതായാലും അതിലെ കൂടെ ടീച്ചർ വരണ്ട, ഞാൻ പോയി എഴുതിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ആ മോൻ തന്നെ പോയി എഴുതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പിന്നെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും പുറകെ പോയി. ഞാനേതായാലും ഇവിടെ നിന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരുടെ ഒരു ജോലി എന്ന് പറയുന്നത്, നമ്മളൊരു ടീച്ചറാവുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റുള്ളൊരു ജോലി തന്നെയാണ് കേട്ടോ. എന്നാണെങ്കിലും ശരി, നമ്മുടെ മക്കളൊക്കെ വന്ന് ടീച്ചറേന്ന് വിളിക്കുന്ന നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്നെ അല്ല കേട്ടോ, ചേച്ചീനെ വിളിക്കുന്നത് കേട്ടപ്പോഴേ. പക്ഷെ അത് ഭയങ്കര നല്ലൊരു ജോബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ വീട്ടിലെ നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൂടെ പോകുന്നൊരു വഴിയും കൂടെയാണ് കേട്ടോ ഇത്. ഇതിലേക്കൂടെ ഒന്നും ആരും ഇപ്പോൾ പോവാറില്ല. ഞങ്ങളെ ആ റോട്ടിൽ നിന്ന് കുറേ ചേട്ടന്മാർ ഞങ്ങളെ ചീത്ത പറഞ്ഞു കേട്ടോ. കാരണം നിങ്ങളൊന്നും അതിലേക്കൂടെ പോവണ്ട, അവിടെ നിന്ന് ആരും വരാറില്ല, അവിടെ താമസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്താക്കാനാ, നമുക്കത് പോയി നമ്പർ ഇടാതെ നമുക്ക് നിവർത്തിയില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോന്നിട്ടും ഉണ്ടായിരുന്നത്. ഇതിലേക്കൂടെ പന്നിയോ മുള്ളം പന്നിയോ ഒക്കെ പോവാറുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു കേട്ടോ ആ കുട്ടി. അങ്ങനെ ഏതായാലും ആ മോൻ്റെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ കുട്ടിയുടെ വീട്. അപ്പോൾ ഇവിടുന്ന് മണ്ണിടിച്ചിലുള്ളത് കൊണ്ട് ഇവിടുന്ന് താഴേക്ക് റെൻറ്റിന് പോയതാണ്. ഇതിൻ്റെ താഴേക്കാണെങ്കിലും ഒരു 1-2 വീടും കൂടെ അപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറിയിട്ടുമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആരും ഇപ്പോൾ താമസിക്കുന്നില്ല കേട്ടോ. 2-3 വീടുകൾ മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. ഏതായാലും അവിടുന്ന് ഞങ്ങൾ ഇതുപോലെ തിരിച്ച് നമ്പറൊക്കെ മാർക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ഇടവഴിയാണ് ആ ഏറ്റവും മലേൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ആ സ്ഥലത്ത് അവസാനിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വഴിയൊന്നുമില്ല. പക്ഷേ ഇതിലെ കൂടെ ചെറിയൊരു വഴിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഇതാ വലിയൊരു കൊക്കയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അത്രയും ഭയങ്കര ഒരു ആഴത്തിലുള്ളൊരു സ്ഥലം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ അതൊക്കെ ആ ഒരു മോൻ വന്നതുകൊണ്ട് ഞങ്ങൾ വേഗം നമ്പറൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ ഇറങ്ങുന്ന വഴിയും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ മുള്ളംപന്നീൻ്റെ കഥയും പന്നിയുണ്ടെന്ന് അതും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ മോന്. ഏതായാലും ഇറങ്ങി ആ റോഡൊന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പോകാനുള്ളത് നേരെ വില്ലേജ് ഓഫീസിലേക്കായിരുന്നു. ആ ഒരു ഏരിയയും കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ ഒരു റോഡിൻ്റെ അങ്ങേറ്റത്താണ് കേട്ടോ വില്ലേജ് ഓഫീസ് ഉള്ളത്. ഈ ഒരു ഇടവഴി ഇറങ്ങി കഴിഞ്ഞ ഉടനെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് അടുത്തൊരു ഇടവഴിക്ക് ഞങ്ങൾ കയറിയതാണ് കേട്ടോ ഇത്. അപ്പം ഇതും അതേപോലെ തന്നെ ഒരു കോൺക്രീറ്റ് റോഡാണ്. ഇത് ഒരൊറ്റ വീട്ടിലേക്കുള്ളൊരു വഴിയാണ് കേട്ടോ. ഒത്തിരി ഇങ്ങനെ ചുറ്റി പോരാനുണ്ട്. അവിടെ നിന്നുള്ളൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് ഏതാണ് സ്ഥലമെന്നോ അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അവർക്കൊന്നും അത് പരസ്യമാക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. അപ്പം നമ്മളങ്ങനെ പറയുന്നത് മോശമാണല്ലോ. ഏതായാലും ഇത്രയും വഴുക്കുള്ളൊരു റോഡ് അത് ഭയങ്കരമാണ് കേട്ടോ. കാരണം നല്ലോണം പായൽ പിടിച്ചാണ് നടക്കുന്നത്. ഞങ്ങൾ എവിടെയാണോ കുറച്ചെങ്കിലും ഒരു ഗ്രിപ്പ് ഉള്ളത് ഇത് നോക്കിയിട്ടാണ് കേട്ടോ വീടുന്നത്. എന്താണെങ്കിലും വല്ല തെന്നി അടിച്ച് വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുക എന്നല്ലാതെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അത് നല്ല ഇറക്കും. അപ്പോൾ കയറുന്ന സമയത്ത് ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. തിരിച്ചിറങ്ങുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഇതും കൂടി എടുത്തേക്കാം. നമ്മൾ പോയ വഴിക്കൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണല്ലോ.
ഏതായാലും ഞങ്ങൾ അതും ഈ ഒരു വഴി കൂടെ തന്നെ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഇത് കുറച്ചങ്ങോട്ട് പകുതി എത്തിക്കഴിയുമ്പം നല്ല കുറച്ച് ഇൻ്റർലോക്ക് വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്താണെങ്കിലും ആ ഒരു ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ കൂടെയാണ് കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഒരു വ്യൂവും കൂടെയാണ് കേട്ടോ. ഏതായാലും അവിടെ കുറച്ച് നേരം നിന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി തോന്നി. അപ്പോൾ ഇതിലേക്കൂടെ വേണമെങ്കിലും വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ധൈര്യമില്ല കേട്ടോ, കാരണം അങ്ങനെ കുത്തനെയുള്ളൊരു റോഡാണ്. അതിലേക്കൂടെ ഒന്നും എനിക്ക് അത്ര ധൈര്യത്തിലൊന്നും വണ്ടി ഓടിക്കാനൊന്നും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. ഏതായാലും ഞങ്ങൾ വണ്ടിയൊന്നും എടുത്തില്ല, നടന്ന് തന്നെ കയറി. ഒന്നാമത് നല്ല വഴുക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാനിനി വണ്ടി അടക്കം തെന്നി പോയിട്ടുണ്ടെങ്കിൽ അത് മതിയല്ലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ വണ്ടിയൊന്നും എടുക്കാതെ ഞങ്ങൾ നടക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ ഒരു അടിപൊളി ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വില്ലേജ് ഓഫീസിലേക്കാണ് കേട്ടോ എത്തിയത്. വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സ്ഥലത്ത് കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാറയൊക്കെ പൊട്ടിച്ചിട്ടൊരു കോറിയൊക്കെ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ മുകളിലേക്കൊരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളുടെ ഏരിയ അല്ലാതാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. ഏതായാലും ഞങ്ങൾക്ക് അതൊന്നുമില്ല. ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ളൊരു വില്ലേജ് ഓഫീസാണ് കേട്ടോ അത്. പന്തീരങ്കാവ് വില്ലേജ് ഓഫീസാണേ. അപ്പോൾ അവിടെയൊക്കെ കയറി ഞങ്ങൾ അവിടുത്തെയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആ പഞ്ചായത്ത് ഓഫീസല്ല, വില്ലേജിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അടുത്തൊരു ഇടവഴി കണ്ടു കേട്ടോ. അപ്പം ഈ ഇടവഴി എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയാം കേട്ടോ, പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ ഈ ഒരു ഇടവഴി ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു വ്യൂയിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിച്ചേരുന്നത്. വേറെ എവിടെയല്ല കേട്ടോ, നല്ല അടിപൊളി ഒരു പുഴയിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു തുരുത്തുണ്ട് കേട്ടോ. ആ തുരുത്തിൻ്റെ പകുതി ഭാഗവും ഞങ്ങളുടെ ഏരിയ ആണ്. പക്ഷെ അവിടെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ആൾക്കാരൊന്നും ഇല്ലയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. ഏതായാലും ഞങ്ങൾ അവിടെ പോയിട്ടൊന്നുമില്ല. ഇതാണ് കേട്ടോ കടവ് റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഈ ഒരു കാണുന്നതും. അതേപോലെ തന്നെ അറപ്പുഴ പാലം, അതേപോലെ ഇത് ചാലിയാർ എന്നാന്ന് തോന്നുന്നു ഈ ഒരു പുഴയ്ക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ഒരു വ്യൂവും കൂടിയായിരുന്നു ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നേ. ഏതായാലും ഇവിടെയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ച ഒരു 1.5 ആഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഈ ഒരു സെൻസസിൻ്റെ ഈ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഏതായാലും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ദിവസമൊക്കെ ഞങ്ങൾക്ക് ഒരു അന്താളിപ്പാണെങ്കിലും അവസാനമായപ്പോൾ ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു ചെളിക്കകത്ത് വീഴണ്ടാന്ന് വിചാരിച്ചിട്ട് വണ്ടി ഞാൻ അപ്പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.